കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 6 ദിവസമായി. നടക്കാവ് എരഞ്ഞിപ്പാലം മേഖലകളിലാണ് വെള്ളമില്ലാത്തത്. അഞ്ജന സുകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. അഞ്ജന, ഒരാഴ്ചയായിട്ട് ഇത്ര രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? അറ്റകുറ്റപ്പണിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എന്നാലും ജനങ്ങൾ ഇത്രത്തോളം വലഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലത്തുള്ള CDA കോളനിയിലാണ്. ഈ നടക്കാവ് എരഞ്ഞിപ്പാലം മേഖലയിൽ കഴിഞ്ഞ 6 ദിവസമായി വെള്ളമില്ല എന്നുള്ളത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. ഇപ്പോൾ ഞാനുള്ളത് ഈ കോളനിയിലാണ്. ഇവിടുത്തെ ആളുകൾ തന്നെ നമ്മളോട് ഇവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത് പറയുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ഇവിടെ വെള്ളമില്ല. ഇന്നിപ്പോൾ കുടിക്കാൻ പോലും നിങ്ങൾക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളതല്ലേ. പക്ഷേ കഴിഞ്ഞ 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 3 ദിവസം കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പണി നടക്കുന്നുണ്ട്, വെള്ളം ഉണ്ടാകില്ല എന്നുള്ളത്. ഇപ്പോൾ 6ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നു പോകുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദിവസം വെള്ളം ഉണ്ടാവില്ല, മുൻകരുതൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ദിവസം പോയി ഇപ്പോൾ 6 ദിവസമായി. അപ്പോൾ 6 ദിവസത്തേക്കൊന്നും പിടിച്ചു വെക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. പിന്നെ ആണെങ്കിൽ വെള്ളം ഇല്ല എന്ന് കണ്ടാൽ എൻ്റെ ഒരു വതിൽ സംവിധാനം കാണണം, അത് ഈ വഴിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോ വീടുകളിൽ പോയി എടുക്കുക എന്നുള്ളത് ഒരുപാട് ദൂരമാണ്. പിന്നെ ഇത്രയും ആൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ ബുദ്ധിമുട്ടല്ല. പിന്നെ ഭക്ഷണമൊക്കെയാണ് നമുക്കൊരു കൺട്രോൾ ചെയ്യുക. വെള്ളത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കുട്ടികളൊക്കെ പോയി വെള്ളം പിടിച്ചു വെക്കാൻ പറ്റുമോ? പിന്നെ ജോലിക്ക് പോകണം. ജോലിക്ക് പോയി രാത്രി വരുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ. എന്നാലും അവർ പറയുന്നത് കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് എടുത്തോളൂ. ഇപ്പൊ മുന്നറിയിപ്പ് നൽകിയിരുന്നത് കൊണ്ട് ആദ്യത്തെ 3 ദിവസത്തേക്കുള്ള വെള്ളം കരുതി വെക്കാനായി. പക്ഷെ പിന്നീട് അത് തീർന്നു പോവുകയായിരുന്നു. ഇപ്പോൾ അത്രയും വെള്ളം കരുതി വെക്കാനുള്ള സാധനങ്ങൾ വേണ്ട. 6 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് തന്നെ വെള്ളം പിടിച്ചേക്കാനുള്ള പാത്രങ്ങൾ വെക്കാനും സൗകര്യം വേണ്ടേ? ഇപ്പം മുറ്റത്തൊക്കെയാണ് ഞങ്ങൾ വെക്കുക. ആ മുറ്റത്തൊക്കെ വെച്ചിട്ട് പോയാലും വെള്ളം എത്ര വെച്ച് കരുതി വെക്കാൻ പറ്റും? ഈ പാചകം ചെയ്യാനും അല്ലെങ്കിൽ കുടിക്കാനും പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ. എല്ലാത്തിനും ഞങ്ങൾ ഈ കോർപ്പറേഷൻ വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ. പക്ഷെ ആ വെള്ളം ഇല്ലാതെ ആകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കരുതി വെക്കാനുള്ള സൗകര്യങ്ങളും ഈ സ്ഥലത്തില്ല. ഞങ്ങൾക്കുള്ള പാത്രങ്ങളിൽ ഞങ്ങൾ പിടിച്ചേക്കാം. ഞങ്ങൾക്ക് മാക്സിമം 1 ദിവസമേ ഉള്ളൂ വെള്ളം ഇല്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുക. ആ സ്ഥലത്ത് ആ സമയത്ത് ഞങ്ങൾ 6 ദിവസം എങ്ങനെ പിടിച്ച് നിൽക്കുമോ? ഞങ്ങൾക്ക് അങ്ങനെ വെള്ളം പിടിച്ച് വെക്കാനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളും ഇല്ല. ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്നിന്റെ റോഡ് പണി നവീകരണം നടക്കുന്നത് കൊണ്ട് PWD അതിന്റെ പൊട്ടിയ പൈപ്പുകളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയത് സ്ഥാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വെള്ളമില്ലാത്തത് എന്നുള്ളതാണ് കോർപ്പറേഷനും അതുപോലെ വാട്ടർ അതോറിറ്റിയും ഒക്കെ പറയുന്നത്. ചേച്ചി, ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 160 കുടുംബങ്ങളാണുള്ളത്. അപ്പോൾ 156. അപ്പോൾ ഇവിടേക്ക് ഇത്ര വെള്ളമില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്നത്? അപ്പോൾ വെള്ളമില്ല, കുടിക്കാൻ പോലും ഇപ്പോൾ വെള്ളമില്ല. കുടിക്കാൻ മാത്രം ഞങ്ങൾ ദൂര സ്ഥലത്ത് പോയിട്ട് കൊണ്ടുവരണം വെള്ളം. അല്ലാണ്ട് ഇവിടുന്ന് ഒരു പറഞ്ഞ 3 ദിവസത്തേക്കല്ലേ പറഞ്ഞത്. ആ 3 ദിവസം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അതിലെല്ലാം ഉള്ള പാത്രം നിറച്ച് വെച്ച്. അപ്പോൾ 6 ദിവസമായില്ലേ. 6 ദിവസം നമ്മളെ ഒന്നുമില്ലേ, ബാത്റൂമിൽ പോകണ്ടേ, ഭക്ഷണം കഴിച്ചില്ലേ, അതിനൊന്നും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പലരും ജോലിക്ക് പോകുന്ന അന്നത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ വെള്ളം കൂടെ സ്വരൂപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും വലിയ പ്രശ്നമാണ്. അവർ വരുമ്പോഴത്തേക്കും വെള്ളം ഉണ്ടാവില്ല. പിന്നെ ലോറി വെള്ളം എന്ന് പറഞ്ഞത് അതൊരു ടാങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോകും. പണിക്ക് പോകുന്നവർക്ക് വെള്ളം കിട്ടൂല. അപ്പോൾ ഇങ്ങോട്ട് വന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം കിട്ടുക. അതും കിട്ടൂല. വളരെ ബുദ്ധിമുട്ടാണ്. കഴിയുന്ന വേഗത്തിൽ ഞങ്ങൾക്ക് ആ വെള്ളം ഇത് ശരിയാക്കി ഞങ്ങൾക്ക് എത്തിച്ചു തരിക. ഇതാ വേണ്ട. ഇത്രയും ഞങ്ങൾക്ക് ആ കൗൺസിലർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്തത്. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം പല വീടിന്റെ മുൻവശത്തും ഇതുപോലെ ടാങ്കുകളുണ്ട്. ആ ടാങ്കുകൾ വെള്ളം ശേഖരിച്ചതിൽ ഏറ്റവും അടിഭാഗത്താണ് ഇപ്പോൾ വെള്ളമുള്ളത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നിത്യചെലവിനുള്ള വെള്ളം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമാണ്. അതാ പറയുന്നത്. കഴിയുന്ന വേഗത്തിൽ ഞങ്ങൾക്ക് വെള്ളം വേണം. വെള്ളം തീർന്ന് ഇനിയില്ല. ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോയി ലേശം കൊണ്ടുവരണം. അടുത്ത വീട്ടിൽ പോയി വേണം അലക്കണമെങ്കിൽ. അത്രയാ. കോർപ്പറേഷൻ ഇതിനൊരു ബദൽ സംവിധാനം ഇതുവരെയും ഒരുക്കി നൽകിയിട്ടില്ല. ബദൽ സംവിധാനം ഉണ്ടാക്കി തരണം. അതാ വേണ്ടേ. കോർപ്പറേഷനോട് പറഞ്ഞിട്ടൊന്നും ഒന്നും ശരിയായിട്ടില്ല. കഴിഞ്ഞ ഒരു 6 ദിവസമായി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ നടക്കാവ് എരഞ്ഞിപ്പാലം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വെള്ളമില്ല, കുടിക്കാൻ പോലും ഇവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടുത്തെ കൗൺസിലർ CP സലീം ഇപ്പോൾ ചേരുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ ഏറെ പ്രയാസത്തിലാണ്. അപ്പോൾ താങ്കളുടെ കയ്യിൽ നിന്ന് പണം ചെലവാക്കി ഇവർക്ക് ഒരു ബദൽ സംവിധാനം എന്ന വേണം ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അതിൽ ആണിപ്പോൾ അവർ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പോലും. പക്ഷെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. അതേ ചോദ്യം തന്നെയാണ് നമ്മളൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധി. എന്താ വെച്ചാൽ നമ്മൾ കയ്യിലെടുത്ത് കൊടുത്തു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കാണണ്ട. എന്താ വെച്ചാൽ അതിപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു വെള്ളത്തിന് ഇത്രയും 156ഓളം വീടുകൾ ഇവിടെ പ്രയാസപ്പെടും. പക്ഷേ ഇത് മാത്രമല്ല, വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രയാസമുണ്ട്. പക്ഷെ അവിടെയൊക്കെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അത് അങ്ങനെ ഓരോ വീടുകളിൽ കൊണ്ട് അടിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു അംഗനവാടിയിൽ ഒരു 10,000 ലിറ്ററിന് ഒരു ടാങ്ക് ഉണ്ട്. പക്ഷേ അതിലേക്കാണ് നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ വിഷയം അതല്ല. ഇത് നമ്മളോട് പറഞ്ഞിരുന്നത് 3 ദിവസം എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 6 ദിവസത്തോളമായി നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട്.
അപ്പോൾ ദിവസവും പറയുന്നത് ഇന്ന് കഴിയുന്ന ഒരു പ്രോപ്പർ ആൻസർ പോലും നമുക്ക് അധികാരികളെ വന്ന് കിട്ടുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ആവാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഇപ്പോൾ റോഡിന്റെ പണി നടക്കുകയാണ്. ആദ്യത്തെ 3 ദിവസം മുന്നറിയിപ്പ് നൽകി, ശരി, അതിനോട് യോജിച്ചുകൊണ്ട് 3 ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ ശേഖരിച്ച് അങ്ങനെ വെക്കാം. പിന്നെ വീണ്ടും നാളെ എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് അധികാരികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു ബദൽ സംവിധാനം ഒരുക്കുന്നില്ല? കോർപ്പറേഷന് ഇത്രയും വലിയൊരു ബദൽ സംവിധാനം ഒരുക്കാനുള്ളതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ദിവസം കത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ദിവസവും 2 ടാങ്കർ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഹെൽത്ത് ഓഫീസറുടെ പേരിൽ കത്ത് ഞാൻ കോർപ്പറേഷനിൽ കൊടുത്താണ്. എനിക്ക് ഒരു ദിവസം ഒരു ടാങ്ക് കിട്ടി. അതന്നെ നമ്മൾ ഒരു ദിവസം മുഴുവൻ പറഞ്ഞ് പിറ്റേ ദിവസം ഒരു ടാങ്കർ കിട്ടി. അതിനുശേഷം മുഴുവൻ ഞങ്ങൾ പ്രൈവറ്റ് ഇവിടുന്ന് പൈസ കൊടുത്ത് നമ്മളെ ഇവിടേക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാരണം, ഇന്നലെ തീരെ അടിച്ചില്ല, മോട്ടർ വർക്കിംഗ് അല്ല എന്ന് പറയുന്നത്. ഇത് വെള്ളം ടാങ്കിലേക്ക് അടിക്കുന്ന മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ പറഞ്ഞത് അത് നന്നാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിക്കാം, അല്ലെങ്കിൽ ബദൽ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ നോക്കാമെന്ന്. പക്ഷേ ഈ പറച്ചിലൊന്നും നമുക്ക് ആളുകളിലേക്കുള്ള വിഷയം ഗൗരവമാണല്ലോ. അപ്പോൾ ഏതായാലും ഇത്തരത്തിലൊരു ഗൗരവമായ വിഷയം നിൽക്കുമ്പോൾ പോലും കോർപ്പറേഷൻ അതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അഞ്ജന, അത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നത്.